മുഖ്യമന്ത്രിയായതിനു ശേഷം വി.ഡി. സതീശന് അഹങ്കാരം കൂടി വരുന്നുണ്ടോ എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം പല പത്രസമ്മേളനങ്ങളിലും മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന സംസാരം അല്ലെങ്കിൽ പ്രസ്താവനകൾ, നിലപാടുകൾ ധാർഷ്ട്യത്തോടുകൂടിയാണ് പ്രതികരിക്കുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല മാധ്യമങ്ങൾക്കും അത് നേരിടുകയും ചെയ്തു. മാധ്യമങ്ങൾ മാത്രമല്ല, ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്ന ഒരു നിലപാട് അത് ധാർഷ്ട്യം കലർന്നതാണെന്ന് പലരും, കോൺഗ്രസിൽ തന്നെയുള്ള പലരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ പല വിവാദം ഉണ്ടായിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റുമായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഇതുവരെ ഉണ്ടായ വിവാദങ്ങളിലെല്ലാം വി.ഡി. സതീശൻ ഒരു നിലപാടെടുക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല, അത് പിന്നെ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം വി.ഡി. സതീശൻ അത് മയത്തിൽ ആക്കിയിട്ട് ആദ്യത്തെ ധാർഷ്ട്യം കലർന്ന രീതി മാറിയിട്ട് വീണ്ടും ഒരു മയത്തിൽ മാറ്റും. പക്ഷെ പിന്നെയും പലതും പറയുന്നതിലും വി.ഡി. സതീശൻ ഒരു അഹങ്കാരത്തിന്റെ സ്വരം ഉണ്ടോ എന്നുള്ളൊരു പലർക്കും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ പുതുതായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് നേതാക്കളോട് വി.ഡി. സതീശൻ മോശമായി പെരുമാറിയത്. ഇത് പരാതി നൽകിയിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, അല്ലെ നേതാക്കളാണ്. അപ്പോൾ അവര് നേരിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇപ്പോൾ ഒരു നിവേദനം നൽകാൻ എത്തിയപ്പോൾ ഇത് നോക്കാനല്ല ഇരിക്കുന്നതെന്നോ അങ്ങനെ എന്തോ ഒരു സംസാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിന്റെ പേരിൽ മഹിളാ കോൺഗ്രസ് ഒന്നടങ്കം വി.ഡി. സതീശൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സതീശന്റെ അഹങ്കാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ നേരത്തെ തന്നെ പറയുന്നതാണ് സതീശനെ കൊണ്ട് പറയുന്നത് അര പിണറായിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോ നമുക്ക് സതീശൻ കൂടുതൽ അഹങ്കാരിയായി വരുന്നെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിന്റെ അകത്ത് പൂർണ്ണമായ അഹങ്കാരിയാണോ അല്ലേ എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അര പിണറായി ആണ് എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഒരു അഹങ്കാരത്തിലുള്ള ഒരു നിലപാടെടുത്താലും അപ്പോൾ പറയാൻ പോകുന്നത് അറിയാമായിരുന്നല്ലോ ഒരു അര പിണറായി ആണ് എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഹങ്കാരിയാണോ അല്ലെങ്കിൽ അത്തരം നിലപാടുകളാണോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ആണ് എന്നൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. വി.ഡി. സതീശൻ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആദ്യം നമുക്ക് അഹങ്കാരിയാണെന്ന് തോന്നും. ആ രീതിയിൽ അതൊരു 2 ദിവസം അവിടെ നിൽക്കും. പിന്നെ രണ്ടാമത്തെ ദിവസം പറയുമ്പോൾ അതൊരു അഹങ്കാരിയല്ല, വി.ഡി. സതീശൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറ്റി കറക്റ്റ് ആ രീതിയിലേക്ക് മാറ്റി പറയാൻ, ജനങ്ങളെ വിശ്വസിപ്പിക്കാനും ഒരു കഴിവ് വിളിക്കും. അല്ല, അതിന്റെ അകത്ത് 2 കാര്യമാണുള്ളത്. ഒന്ന്, സതീശൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പച്ചയായ മനുഷ്യനാണ്, എനിക്ക് സങ്കടം വന്നാൽ ഞാൻ കരയുകയും സന്തോഷം വന്നാൽ ചിരിക്കുകയും ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആളാണ്. പിന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന 5 വർഷം നമുക്കറിയാം മാധ്യമങ്ങളോട് വളരെ ലാളിത്യത്തോടു കൂടി അല്ലെങ്കിൽ വിനയത്തോടു കൂടി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവൊന്നും ആയിരുന്നില്ല. പൊട്ടിത്തെറിക്കേണ്ടടുത്ത് അദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. സഭയിൽ ഞാൻ പറയുന്നില്ല, സഭയ്ക്കിപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതിനു മുൻപും കോപിഷ്ഠനായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാര ശൈലി വെച്ച് അദ്ദേഹം അര പിണറായി ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ അഹങ്കാരമുണ്ടോ ധാർഷ്ട്യമുണ്ടോ എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനാകില്ല. കാര്യം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് സമയം കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം അര പിണറായി ആകുമോ പിണറായി ആകുമോ എന്നുള്ളതൊക്കെ. പിന്നെ മറുവശത്ത് സ്വന്തം പാർട്ടിയിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും UDF നിന്നും അതിന്റെ പോഷക സംഘടനകളിൽ നിന്ന് തന്നെയാണ് തിരിച്ചടി സർക്കാരിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നിലധികം വിഷയങ്ങൾ. ഇപ്പോ KSUമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങാനാകില്ല. അലോഷ്യസിനെ കണ്ടില്ല, അദ്ദേഹം അവിടെ നിന്നത് കണ്ടില്ല എന്ന് പറയുന്നതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ഇപ്പൊ KSUയുടെ സംഭവമായപ്പോ അതിന്റെ എന്തിൽ എന്താണ് സംഭവിച്ചത്? അത് അവര് തമ്മിൽ ചർച്ച നടത്തിയിട്ട് നൈസായിട്ട് അത് അങ്ങനെയാണല്ലോ കാര്യം. അത് സ്വാഭാവികമാണ്. നമ്മൾക്കിപ്പോ വലിയ രീതിയിലുള്ള കുറെ ദിവസം ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ചലനം ഉണ്ടാക്കാൻ KSUവിന് കഴിഞ്ഞു. പല നേതാക്കളും KSUവിനെ അലോഷ്യസിനെ ഒക്കെ പിന്തുണച്ചു. എന്നാൽ പോലും പാർട്ടിയുടെ തന്നെ പോഷക സംഘടനയാണ്. അതുകൊണ്ട് പാർട്ടി എടുക്കുന്ന നിലപാടിനൊപ്പമേ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനാകും. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ തെറ്റാണ് സംഘടന, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ തെറ്റാണ് പാർട്ടി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അത്രയ്ക്ക് വലിയ തെറ്റാണെങ്കിൽ മാത്രമേ സംഘടന അതിനെതിരെ പോരാടുന്നത് നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും KSU വലിയ രീതിയിലേക്ക് തെരുവിലേക്കൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. അതും ഈ ഒരു ചെറിയ വിഷയത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെയൊക്കെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ചിലപ്പോൾ അവർ തെരുവിൽ ഇറങ്ങാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇത്രത്തോളം പോലും പ്രതിഷേധങ്ങൾ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ആദ്യത്തെ സംഭവം മദ്യത്തിന്റെ. അതിൽ ആദ്യം രംഗത്ത് വന്നത് എക്സൈസ് മന്ത്രി ലിജു ആണ്. പിന്നെ കോൺഗ്രസ് മുതിർന്ന നേതാവ് VM സുധീരൻ എത്തി. പിന്നെ KC വേണുഗോപാൽ വന്നു. അങ്ങനെ ആദ്യം തന്നെ ഈ വി.ഡി. സതീശന്റെ ഒരു അല്ലെങ്കിൽ ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നു. അതായത് വി.ഡി. സതീശന്റെ അത്ര അഹങ്കാരിയായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട എന്നുള്ളൊരു സൂചനയാണ് അവർ അതേ പാർട്ടിയിൽ നിന്ന് തന്നെ വന്ന് പ്രതികരിച്ചത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനുശേഷം വരുന്നത് വിഴിഞ്ഞത്തിന്റെ സംഭവത്തിലാണ്. അതിലും പാർട്ടിയിൽ നിന്ന് നേരിട്ട് വി.ഡി. സതീശനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയാണെന്ന് കരുതി ഒരു വിഷയത്തിലും ഒറ്റയ്ക്ക് നിലപാടെടുക്കാനോ തീരുമാനം എടുക്കാനോ
VD സതീശൻ ആരുമല്ല. അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനും UDF-നും പിന്തുടർന്നു വരുന്ന അല്ലെങ്കിൽ അവര് പിന്തുടർന്നു വരുന്ന ഒരു രീതിയുണ്ട്. അതിനപ്പുറത്തേക്ക് സതീശൻ പോകുമ്പോൾ പാർട്ടി ഒന്ന് ചവിട്ടും, പാർട്ടിയിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങും. ഏത് വിഷയം വന്നാലും പാർട്ടി ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിലും കയറി അഭിപ്രായം പറയുക കോൺഗ്രസിലെ നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ശീലമാണ്. അത് അവർ ആവർത്തിക്കുകയും. ഇനി VD സതീശൻ എന്ന മുഖ്യമന്ത്രി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. KSU ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, മഹിളാ കോൺഗ്രസ് ആകട്ടെ, ഇവർ കൂടി പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ UDF സർക്കാർ അധികാരത്തിൽ വന്നത്. അല്ലാതെ VD സതീശൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ മാജിക് കൊണ്ടോ അല്ലെങ്കിൽ നല്ല സ്ഥാനാർത്ഥികളായിരുന്നു, എന്നാൽ നല്ല സ്ഥാനാർത്ഥികളായതുകൊണ്ടോ മാത്രമൊന്നുമല്ല. ഒന്ന് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പിന്നെ മറുവശത്ത് സമരം ചെയ്യാൻ അല്ലെങ്കിൽ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ പോഷക സംഘടനകളും മറ്റുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അല്ലാതെ VD സതീശൻ ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലെങ്കിൽ VD സതീശൻ സഭയിൽ കാഴ്ചവെച്ച പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ല ഇത്രയും വലിയൊരു വിജയം കോൺഗ്രസിനും UDF-നും ഉണ്ടായതെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. പിന്നെ അപമാനിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ല അവർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ പറയുന്നു, അതിപ്പോ മഹിളാ കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, KSU-ന്റെ ആയിക്കോട്ടെ, അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ജെനുവിനാണെങ്കിൽ അംഗീകരിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി. എന്ന് വെച്ച് ഞങ്ങൾ മഹിളാ കോൺഗ്രസിലെ ഒരു നേതാവാണ് അല്ലെങ്കിൽ KSU-ലെ പ്രവർത്തക ആയതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യവും സർക്കാർ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇല്ലേ, മഹിളാ കോൺഗ്രസ്സുകാർ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. ഞങ്ങൾ വീട് കയറി വോട്ട് പിടിച്ച് അല്ലെങ്കിൽ വീട് കയറി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇപ്പൊ അധികാരത്തിൽ എത്തിയിരിക്കുന്ന കാര്യം പ്രത്യേകം. അത് ഒരു കണക്കിന് ശരിയായ കാര്യമല്ലേ? അത് എന്തായാലും നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്. മഹിളാ കോൺഗ്രസ്സുകാർ സമരം ചെയ്തും അവർ വീടാന്തരം കയറി വോട്ട് പിടിച്ചും തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. എന്ന് വെച്ച് അവർ പറയുന്ന എല്ലാ കാര്യവും മന്ത്രിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് മഹിളാ കോൺഗ്രസ്സുകാർ അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. അതുപോലെ VD സതീശനും ചിന്തിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്, അവർ പറയുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന ജെനുവിനാണെങ്കിൽ നടത്തി കൊടുക്കുകയും വേണം. ഇപ്പൊ VD സതീശൻ ഓൾറെഡി പിന്നെ ഈ KSU-വിന്റെ കാര്യത്തിലും VD സതീശന്റെ ഒരു അഹങ്കാരം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ഞാൻ തീരുമാനിക്കുന്നത് നടന്നാൽ മതി, ആദ്യം പറഞ്ഞത് അതുപോലെ ആക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിലും അതിൽ തന്നെ വീണ്ടും ഇപ്പോൾ അവസാനം എന്താണ് ചെയ്യുന്നത്? VD സതീശന് പറയുന്നതിൽ ശരി എന്നുള്ള രീതിയിൽ എതിർത്ത് നിന്നവരും അനുസരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം മഹിളാ കോൺഗ്രസ് ഇപ്പൊ പുതിയതായിട്ടുണ്ടായ വിവാദം മഹിളാ കോൺഗ്രസ് ആണ്. ഇതും ഇതേ രീതിയിൽ തന്നെ VD സതീശനായിരുന്നു ശരി എന്നുള്ള രീതിയിലേക്ക് എത്തും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിപ്പോ സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ തന്നെ സംഘടന ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ സംസാരിച്ച് ഈ വിഷയം ഒത്തുതീർപ്പാക്കണം. പക്ഷെ എന്നാലും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. KSU-കാരുമായി അല്ലെങ്കിൽ KSU അലോഷ്യസ് ഒക്കെ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തുകയും അത് വലിയ വിവാദമാവുകയും മുഖ്യമന്ത്രിയെ കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഒക്കെ വരുമ്പോൾ മുബാസിനെ പോലെ ഉള്ളവർ VD സതീശന് അനുകൂലമായി നിലപാടെടുത്തു. അലോഷ്യസ് പറയുന്നത് KSU-ന്റെ നിലപാടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശക്തമായി ഒരു VD സതീശൻ ഗ്രൂപ്പ് കോൺഗ്രസിൽ KSU-ൽ ഉണ്ട് എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അലോഷ്യസ് അടുത്ത ദിവസത്തെ പത്രസമ്മേളനത്തിൽ അതുവരെ പറഞ്ഞ രീതിയിൽ നിന്നൊക്കെ ഒരു മയപ്പെടുത്തൽ ഉണ്ടായത്. അതുപോലെ ഇപ്പൊ പറയുന്നത് മഹിളാ കോൺഗ്രസിലെ മഹിളകൾ ഒന്നടങ്കമാണ് VD സതീശനെതിരെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. VD സതീശന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മഹിളാ കോൺഗ്രസിൽ VD സതീശന് കഴിഞ്ഞില്ലേ? KSU-ൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് വെച്ചത്. അല്ലെങ്കിൽ ഗ്രൂപ്പിനപ്പുറത്തേക്ക് സതീശനെ ഇഷ്ടപ്പെടുന്ന, സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ മഹിളാ കോൺഗ്രസിൽ സതീശന് കഴിഞ്ഞില്ലേ? പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ടും പല നേതാക്കളും നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ച പോലും വളരെയധികം ഒരുപാട് ദിവസം നീണ്ടുന്ന മുഖ്യമന്ത്രി ചർച്ചയായിരുന്നു. പല നേതാക്കൾക്കും ഇന്ന് മുഖ്യമന്ത്രി ആകാൻ താല്പര്യമുണ്ട്, അതിനുള്ള ആഗ്രഹമുണ്ട്, അതിനുള്ള പിൻകളികൾ കളിക്കുന്നവരുമുണ്ട്. അപ്പൊ ഇപ്പോഴും കളിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു പരാതിയൊക്കെ കോൺഗ്രസ് കോഴിക്കോടുള്ള ജില്ലാ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം അതായത് KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞിട്ടുകൊണ്ടാണ്. KC വേണുഗോപാലിനെ കുറിച്ച് കോൺഗ്രസിൽ VD സതീശനെതിരെ KC വേണുഗോപാൽ പലതും കളികളും കളിക്കുന്നു എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു സംഭവം, അതങ്ങനെ ഒരു സംഭവം ഇല്ല, അതൊന്ന് അന്വേഷിച്ചിട്ട് ഉറപ്പുവരുത്തണം എന്നുള്ളൊരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ഇപ്പൊ KSU-കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നം അത് നന്നായി കത്തിച്ചു, ഒരു പരിധിവരെ നന്നായി കത്തിക്കാൻ ശ്രമിച്ചു.
അത് കഴിഞ്ഞുണ്ടായി ഇപ്പൊ മഹിളാ കോൺഗ്രസിന്റെ വിഷയം. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ അല്ല, ആരെങ്കിലും ഇത് ഉണ്ടോ ആഴ്ചകൾ എന്ന് തോറും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അതിന്റെ അകത്ത് രണ്ട് വശമാണുള്ളത്. ഒന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാകണം, അതല്ല എങ്കിൽ സർക്കാർ പല വിഷയങ്ങളിലും പ്രതിരോധത്തിലാകേണ്ട ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. CPM അല്ലെങ്കിൽ LDF പ്രതിപക്ഷത്തിരുന്നിട്ട് അതൊന്നും കുത്തിപ്പൊക്കാൻ പോകുന്നില്ല. അത് കുത്തിപ്പൊക്കുന്നത് മാധ്യമങ്ങളായിരിക്കും. അവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കോൺഗ്രസും UDF മനഃപൂർവ്വം ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇത്തരം കാര്യം എല്ലാം വരുന്നത് സ്വന്തം പാർട്ടിക്കകത്തു നിന്നാണല്ലോ. എല്ലാം ഇപ്പൊ KSU ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും മഹിളാ കോൺഗ്രസ് ആയാലും KC വേണുഗോപാൽ ആയാലും VM സുധീരനായാലും എല്ലാം സ്വന്തം പാർട്ടിക്കകത്തായതുകൊണ്ട് ജനങ്ങളെ എളുപ്പത്തിൽ പറ്റിക്കാമെന്നുള്ള ഒരു ധാരണയുടെ പേരിൽ പാർട്ടിക്കാർ തന്നെ കളിക്കുന്നതാണോ എന്നും അറിയില്ല.